നമസ്കാരം. ഉള്ളത് പറയാം. മെസ്സി കേരളത്തിൽ കളിക്കാനെത്തില്ല. അർജന്റീന ടീമിന്റെ കേരളത്തിലെ മത്സരം ഉപേക്ഷിച്ചു. ഒരു മാസം മുൻപ് ഉള്ളത് പറഞ്ഞതാണ്. അന്ന് കുതിര കയറാൻ വന്ന സ്പോൺസർ ഇപ്പോൾ മലക്കം മറിഞ്ഞു. ലോകകപ്പിന് 3 മാസം മുൻപ് മാർച്ചിൽ അർജന്റീന എത്തുമത്രേ. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജൻറ്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു. നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി. ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് കിട്ടിയത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. മെസ്സിയെ കാട്ടി കേരളത്തിൽ നടക്കുന്നത് എന്തെല്ലാം വേലത്തരങ്ങളാണ്. ഒരു സ്പോൺസറെ കൂട്ടുപിടിച്ച് അന്താരാഷ്ട്ര സ്റ്റേഡിയം അദ്ദേഹത്തിന് തോന്നിയപടി നവീകരിക്കാൻ അനുവാദം നൽകി കാര്യങ്ങൾ പരസ്യമാക്കാതെ നവംബർ 17 മത്സരം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ എന്തായി? മെസ്സിയുമില്ല, അർജന്റീനയുമില്ല. ഫിഫ അനുമതി ഇല്ലത്രേ. അത് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് റീവൈൻഡ് ചെയ്താൽ ഓന്ത് നാണിച്ചു പോകും. മന്ത്രി അർജന്റീനയെ ക്ഷണിക്കാൻ സ്പെയിനിൽ പോയതും മെസ്സി വരൂട്ടോ എന്ന് ഫേസ്ബുക്കിലൂടെ തള്ളിയതും ഇപ്പോൾ ചോദിക്കുമ്പോൾ ശുഭിതനാകും. ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് കാര്യം ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. ഫിഫയ്ക്ക് മെയിൽ അയച്ച് കളിമുടക്കിയത് കേരളത്തിലെ ചിലരെന്നാണ് മന്ത്രി പറയുന്നത്. കേരളത്തിലെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാനാണോ അതോ ആൻഡോ അഗസ്റ്റിനാണോ? ഞാൻ ചെയ്യുന്നതെല്ലാം കേരളത്തിന് വേണ്ടി, ഇന്ത്യക്കായി, ഇന്ത്യയുടെ ഫുട്ബോൾ വളരാൻ, സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം കിട്ടാൻ, ഇതൊക്കെ പറയാൻ കായിക വകുപ്പിന്റെ ചുമതല എന്നാണ് ആൻഡോയ്ക്ക് നൽകിയത്. ആൻഡോ പറഞ്ഞ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മന്ത്രി പറയും. ഇതാണ് കുറച്ചു കാലമായി നടക്കുന്നത്. ചോദ്യങ്ങൾ നിരവധിയാണ്. നവംബറിലും മാർച്ചിലും ഫിഫയുടെ അനുമതി അർജന്റീനയുടെ സൗഹൃദ മത്സരങ്ങൾക്കുള്ളതാണ്. 100 കോടിയിലേറെ മാച്ച് ഫീസായി കൊടുത്തെന്ന് പറയുന്നവർ ഈ മത്സരം കേരളത്തിലാണെന്ന് ഉറപ്പ് പറഞ്ഞത് കളിക്കാൻ സ്റ്റേഡിയം ഇല്ലാതെയാണോ? ഓസ്ട്രേലിയയാണ് എതിരാളിയെന്ന് സ്പോൺസർ പ്രഖ്യാപിച്ചെങ്കിലും ഓസ്ട്രേലിയൻ അസോസിയേഷനോ ഫിഫയോ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഓസ്ട്രേലിയയ്ക്ക് മറ്റു മത്സരങ്ങളുമുണ്ട്. പിന്നെ എങ്ങനെയാണ് മത്സരം ഉറപ്പാണെന്ന് ഇതുവരെ പറഞ്ഞത്? അങ്കോളയിലെ മത്സരത്തിന് ശേഷം ഇത്രയും വലിയ യാത്ര, അതും ലോകകപ്പ് നടക്കാനിരിക്കെ ഒരു ടീമും ആഗ്രഹിക്കില്ല. ഇതറിഞ്ഞിട്ടും എങ്ങനെ മത്സരം ഉറപ്പിച്ചു? അർജന്റീന മാത്രം എന്നുള്ള നിലയ്ക്കല്ല, മെസ്സി മാത്രമുള്ള നിലയ്ക്കല്ല. നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ കളികൾ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സബ്മിഷൻ നമ്മൾ എടുക്കും, അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. അടുത്ത വിൻഡോ മാർച്ചിലുണ്ട്. ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഫിഫേൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അവർ എഫിനോട് സംസാരിക്കും, ധാരണയാക്കും, കളി അനൗൺസ് ചെയ്യും. അത്ര തന്നെ കാര്യമുള്ളൂ. അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഏത് കാര്യത്തിനകത്ത്, അപ്രൂവലിൻ്റെ കാര്യത്തിനകത്ത് അപ്രൂവൽ അവർക്കൊരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പാസ്സാക്കി തരണം. അത് തീരാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ. ഇപ്പോൾ മാർച്ചിൽ കളി നടക്കുമെന്ന് പറയുന്നത് എന്തുറപ്പിലാണ്? ലോകകപ്പിന് 3 മാസം മുൻപ് മെസ്സി വരുമെന്ന്. കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സജീവമാണ്. കളി നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ ഇതെല്ലാം? മെസ്സി വരാത്തത് ഫുട്ബോൾ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നതാണ്.
ആ സെന്റിമെന്റ്സിൽ പിടിച്ച് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. മുടക്കാൻ ഇവിടെ നിന്നും ശ്രമമുണ്ടായി. നമുക്ക് സ്റ്റേഡിയം ഇല്ലാത്തത് വിനയായി. സ്റ്റേഡിയം നന്നാക്കി ഭാവിയിൽ അന്താരാഷ്ട്ര മത്സരം നടത്തും. മെസ്സിയെയും കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞ് പഴയതെല്ലാം വിഴുങ്ങുന്ന ഈ സ്പോൺസർ പറയുന്നത് ഏറ്റുപാടിയാൽ സർക്കാർ ഇനിയും നാണം കെടും. തൽക്കാലം മെസ്സി ചതിച്ച ആശാനെ എന്ന് കരുതി സമാധാനപ്പെടും. രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരും തലമുറയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഇടതുപക്ഷം 2020 മുതൽ പറയുന്നതാണ്. ഇനിയും CPM അതുതന്നെ പറയും. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഭരണത്തിൽ ഈ നയമായിരിക്കില്ല. പകരം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങുന്ന അടവ് നയമായിരിക്കും. CPI പിണങ്ങിയെങ്കിലും കാര്യമാക്കുന്നില്ല. PM കണ്ടുകൊണ്ടുവരുന്ന തന്നെ കോടിക്കണക്കിന് തരേണ്ട പ്രോജക്റ്റ് വേണ്ട, തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. ഇത് വെറും ഒരു സാങ്കേതികം മാത്രമാണ്. അതിന്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ല. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുക CPMനെ കൊല്ലുന്നതിന് തുല്യമാണ്. SFI ABVP ആയി മാറുന്ന കാര്യം അതും സംഭവിച്ചു. PM ശ്രീ പദ്ധതി മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ അംഗീകരിച്ച് ഉദ്യോഗസ്ഥരെ ഡൽഹിയിലെത്തിച്ച് ഒപ്പിട്ടു. ഇനി കേന്ദ്രം തീരുമാനിക്കും കേരളത്തിലെ സ്കൂളുകളുടെ പ്രവർത്തനം. ഇതുവരെ പറഞ്ഞത് വിഴുങ്ങി കേന്ദ്രത്തിന് വഴങ്ങിയത് കിട്ടുന്ന ഫണ്ടിനു വേണ്ടി. കേന്ദ്ര ഫണ്ടില്ലാതെ പറ്റില്ലെന്ന് നേരത്തെ അറിയാവുന്നതാണ്. എന്നിട്ടും 2023 തുടങ്ങിയ PM ശ്രീ പദ്ധതിയിൽ നിന്ന് 3 വർഷം എന്തിന് വിട്ടുനിന്നു? PM ശ്രീയിൽ ചേരാത്തതിനാൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ നിന്ന് പണം തരാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല. ഇതോടെ പൊതുവിദ്യാലയങ്ങൾ സമ്മർദ്ദത്തിലായി. പിടിച്ചുവെച്ച പണം കിട്ടാൻ മറ്റു മാർഗമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം ആണെങ്കിൽ അങ്ങനെ. കുഴപ്പമെന്താണ്? ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിയുടേത്. ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാകുന്നില്ല. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമായ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFിന്റെ ശൈലി. ഇതാകരുത് LDFിന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ,
അതിൻ്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വാർത്തകളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. CPI പതിവ് പോലെ പിണക്കം കാട്ടി. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് ഇടത് സർക്കാരിന് ചേർന്നതല്ല, ഇതെന്ത് സർക്കാർ? ബിനോയ് വിശ്വം വാളെടുത്തതിനൊപ്പം പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും CPMനെതിരെ ഉറഞ്ഞു തുള്ളി. ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP ആണ്, പിന്നെ ABVP ആണ്, പിന്നെ RSS ആണ്, പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ട് സംതിങ് ഈസ് റോങ് വിത്ത് ദ PMC ആൻഡ് NEP. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം. ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കുന്നതിന് വേണ്ടിയാണ്. വൈ ദിസ് അൺയൂഷ്വൽ ഹേസ്റ്റ് ആൻഡ് ഫോർ വാട്ട്? എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസമുണ്ട്. ഇതാണ് വിഷയം. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PMCയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല, ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല. എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം, നിലപാട് നടപ്പിലാക്കുകയും എന്ന് പറഞ്ഞാൽ ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു അന്തരാള ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് CPI ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല. കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യും. ഞാനിതിലിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം. ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം. അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് NEPക്ക് എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ, ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായി പോയി. NEPയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനമുണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. കേന്ദ്രം PM ശ്രീ പദ്ധതി അടിച്ചേൽപ്പിക്കുന്നുവെന്നല്ലേ CPI പറയേണ്ടത് എന്ന് CPMന്റെ ചോദ്യം. അങ്ങനെയല്ല, തമിഴ്നാടും ബംഗാളും വഴങ്ങിയില്ലല്ലോ എന്ന് CPI. വെട്ടിലായത് കാവ്യവൽക്കരണത്തിനെതിരെ ക്യാമ്പസുകളിൽ തകർപ്പൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന SFI ആണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇനി എന്തു പറയും? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര പദ്ധതി അംഗീകരിച്ചതിനാൽ പ്രതിപക്ഷത്തിനും വിമർശിക്കാമെന്നല്ലാതെ ഒച്ചവെക്കാൻ കഴിയില്ല. ഒന്നുണ്ട്, രഹസ്യമായി ധാരണാപത്രം ഒപ്പുവെച്ചത് എന്തിനാണ്? അതും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കണ്ടതിന് തൊട്ടുപിന്നാലെ, മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. PMC പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി
ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. താല്പര്യം ഡീൽ ചെയ്ത് ആർക്കാ മനസ്സിലാവാത്ത? കൃത്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, സെക്യുലറിസം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് എവിടെയോ നടത്തിയിരിക്കുന്ന അന്ധമായിട്ടുള്ള കോംപ്രമൈസിനെ എങ്ങനെ അവർ ആശയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് രാഷ്ട്രീയ പാർട്ടി മുന്നേ. അതാണ് CPIയുടെ മുന്നിലെ ചോദ്യം. മുന്നണിയൊക്കെ പിന്നീട്. നിങ്ങൾ ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഗവർണറുടെ അടുത്ത് യുദ്ധം പ്രഖ്യാപിച്ചു, ഇപ്പം ഗവർണറായിട്ട് കോംപ്രമൈസ്, ഓരോ ദിവസവും യുദ്ധം, പിന്നെ കോംപ്രമൈസ്. ഇതെല്ലാം കൃത്യമായിട്ടൊരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിൻ്റെ തടവറയിലാണ് സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ. അത് CPMൻ്റെ അണികൾക്ക് പോലും ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPMൻ്റെ അണികളെയും BJPയുടെ അണികളെയും രണ്ടും ഒരുപോലെ ചതിക്കുക, രണ്ടുപേരെയും ഒരുപോലെ ചതിക്കുകയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഇതുവരെ മനസ്സിലാക്കുമെന്ന കാര്യം സംശയം. CPMൻ്റെ ഇരട്ടത്താപ്പിന്റെ പ്രകടമായ ഉദാഹരണമാണ് PM ശ്രീയുമായുള്ള സഹകരണം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി മാത്രം നയത്തിൽ വെള്ളം ചേർക്കൽ, നയം മാറ്റിയിട്ടും മാറ്റിയിട്ടില്ലെന്ന് മേനി നടിക്കൽ, കേന്ദ്ര ഫണ്ട് കിട്ടാനുള്ള അടവ് നയമെന്ന് തെറ്റിദ്ധരിപ്പിക്കൽ, കേന്ദ്രവുമായി സഹകരിച്ചാൽ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ കഴിയില്ല. പാഠ്യപദ്ധതിയിലും മാറ്റം വരുത്തേണ്ടി വരും. കേന്ദ്ര ഫണ്ട് വാങ്ങി കേന്ദ്രത്തെ പറ്റിക്കും എന്ന് പറയുന്നത് പോലെയാണ് അടവ് നയമാണിതെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. കേരളത്തിലെ BJP നേതാക്കൾ കേന്ദ്രം പറയുന്ന പോലെയേ നടക്കൂ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. നിങ്ങൾ VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. CPMനോട് മുട്ടാൻ പറ്റാത്തതിനാൽ നയം നടപ്പാക്കില്ല എന്ന ഉറപ്പ് കിട്ടുന്നതിനാൽ കൂടുതൽ എതിർപ്പ് ഉന്നയിക്കാതെ പിന്മാറി തടി രക്ഷിക്കാനാണ് CPIയും ശ്രമിക്കുന്നത്. സർക്കാർ പരിപാടിയിൽ മന്ത്രിമാരെ പങ്കെടുപ്പിക്കാതെ പ്രതിഷേധം കാട്ടുന്നുവെന്ന് മാത്രം. കേരളം കാണുന്നത് നയവ്യതിയാനത്തിന്റെ പ്രകടമായ ഉദാഹരണം. ഇടത് നയം നടപ്പാക്കാനല്ല ഇടത് സർക്കാർ എന്നൊക്കെയുള്ള MV ഗോവിന്ദന്റെ താത്വിക അവലോകനങ്ങൾ തുടരുമ്പോൾ ഹിന്ദുത്വ അജണ്ട വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ല എന്ന വാദം തുടർന്നും കേൾക്കാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈകഴുകാനാവില്ല. ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഒഴിയുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഹൈക്കോടതി കൈയോടെ പിടികൂടിയത്. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് PS പ്രശാന്തിന്റെ ഇടപെടലിലാണെന്ന പരാമർശത്തിന് ശേഷം എല്ലാ ദിവസവും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, അത് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണ തലപ്പത്തുള്ളവർക്കും മുൻപ് തലപ്പത്തുണ്ടായിരുന്നവർക്കും പറയാൻ ഇതേ ഉള്ളൂ. അറിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ മാസം പോലും ദ്വാരപാലക സ്വർണ്ണപ്പാളി എങ്ങനെ
പോറ്റിയുടെ കയ്യിലെത്തി. ഹൈക്കോടതി പറയുന്നത് നോക്കിയാൽ ദേവസ്വം കമ്മീഷണർ എതിർത്തതാണ് ചെന്നൈയിലെ കമ്പനിക്ക് സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്ന്. പിന്നെ തിരുത്തിയതിന് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നൽകിയ നിർദ്ദേശം. ഹൈക്കോടതി തെറ്റിദ്ധരിച്ചതാണെന്ന് പ്രശാന്ത്. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിലും സാധ്യമായതെന്നത് മറന്നാണ് പ്രശാന്തിന്റെ ഈ വിശദീകരണം. എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കും. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ, ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്. ആദ്യത്തെ ഉത്തരവ് എന്താ, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജിലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 ഉത്തരവിലും ഒരു സംശയമില്ല, ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുളെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ച് ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താകാൻ ആരായിരുന്നാലും എന്ന നിലയിൽ അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത്, കണ്ടെടുക്കാൻ കഴിഞ്ഞ ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. പോറ്റിക്ക് പിന്നാലെ മുരാരി ബാബു കൂടി അകത്തായി. ഇനിയും ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുണ്ട്. സ്വർണം ചെമ്പാക്കിയതിന് ഉത്തരം പറയേണ്ടവർ. അതിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും നിയന്ത്രണവും ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണെന്നാണ്, അതായത് ദേവസ്വം ബോർഡിന്റെ. എല്ലാവർക്കും അതറിയാം. സമ്മതിച്ചാൽ പക്ഷേ സ്വയം പ്രതിയാകുന്നതിന് തുല്യമാകും. I don't know anything about all these things, and regarding this wait list of Dwarapalaka, I don't have any idea regarding this. SIT called me to Trivandrum to take my statement. I already gave the statement over there, and yesterday they visited Ballari also. In Ballari also given the same statement. Regarding the Dwarapalaka, they asked so many questions. What information I have, I will given to SIT. Now the case is in investigation period, so I don't want to make any obligation. I am supporting SIT. I am fully details I have given to SIT. All the documents related to this door and donations from my side, all the things I have given to SIT. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റല്ലേ? ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം. ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും 100% ശരിയാണെന്ന് കോടതിയും പറഞ്ഞു, അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാജിവെക്കണം വാസവൻ, പിരിച്ചുവിടണം ദേവസ്വം ബോർഡ്. ഇതിൽ ഒരു സംശയമുള്ള
വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തൂ. അപ്പോ ശകലം ഉൾപ്പുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം. 2019 മുതൽ ഇപ്പോൾ വരെയുള്ള ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ് അന്വേഷിച്ചു തുടങ്ങിയതെങ്കിലും കഴിഞ്ഞ ദിവസം വരെ 2019 ഇടപാടാണ് പ്രശ്നമായത്. എൻ്റെ കാലത്ത് എല്ലാം ശരിയാണെന്ന് PS പ്രശാന്തിന് പറഞ്ഞു നിൽക്കാമായിരുന്നു. കോടതി ഇടപെട്ടതോടെ അതും പോയി. കോടതിയെയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിക്കാതെ എന്തിന് സ്വർണ്ണപ്പാളികൾ കടത്തി? മറുപടി നൽകിയേ തീരൂ. ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാവുന്ന കാര്യമല്ല ഇത്. അന്വേഷണം കേരളവും കടന്ന് കർണാടകത്തിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ പോറ്റിയുമായി ഇടപാട് നടത്തിയവരെ കുറിച്ചുള്ളതാണ്. സ്വർണം പൂശാൻ പോറ്റിയുടെ ഇടപാടിൽ സ്വർണം നൽകിയവർ, അവരെ അല്ല വേണ്ടത്. പുറത്തു വരേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ തോന്നിയ പോലെ കാണിക്കാനും ടെൻഡർ പോലുമില്ലാതെ ഇടപാടുകൾ നടത്താനും അവസരം കൊടുത്തവരെയാണ്.